ഒരു വീട്ടുകാരുടെ റിയാക്ഷൻ വീഡിയോ ഞാൻ എന്തായാലും എടുക്കുന്നുണ്ടോ ആർക്കും അറിയില്ല സർപ്രൈസ് ആയിരുന്നു. ഹലോ, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുറേ നാളെ വീണ്ടും ഒരു വ്ളോഗായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ പേര് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ വെള്ളപ്പൊക്കത്തിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ വെള്ളം കുറഞ്ഞോ എന്തായി എന്നൊക്കെ. അപ്പോൾ വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ട്, പ്രശ്നമൊന്നുമില്ല. ഇന്ന് അത്യാവശ്യം വെയിലുറച്ചുള്ള ദിവസമാണോ പുഴത്തെ വെള്ളം താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ചുമ്മാ പുറത്തേക്കൊന്ന് പോവാമെന്ന് വിചാരിച്ചു. കുറേ നാളെ സഞ്ജുവാണ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം എങ്ങോട്ടാണ് പോകുന്നത്, എന്താ ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് ഞാൻ വഴി ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പം എന്തായാലും ഞങ്ങൾ ഇറങ്ങട്ടെ, ലേറ്റ് ആയിട്ടുണ്ട്. ഇതെൻ്റെ പുതിയ ഡ്രസ്സാണ് കേട്ടോ. ഒന്ന് സഞ്ജുവേട്ടൻ കൊണ്ടു തന്നിട്ടുള്ളതായിരുന്നു. നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സാണ്. ഞാനൊരു ഫുൾ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഞങ്ങൾ വേഗം പോട്ടെ. ഫൈനലി ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഭയങ്കര ചള്ളിയാണ് വഴിയിലൊക്കെ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. വണ്ടി അവിടെ സൈഡിൽ നിർത്തിയിട്ട് എന്താണെന്ന് പറയാം, വീട്ടിൽ നിന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ വഴിയിൽ വണ്ടി നിർത്തിയിരിക്കേണ്ട ഒരു രഹസ്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ഇന്ന് നമ്മൾ പോകുന്നത് ഒരു സാധനം വാങ്ങിക്കാനാണ്. ഇങ്ങോട്ട് ഞാൻ ചേട്ടാ തലകുത്തി. ആക്ച്വലി ഞങ്ങൾ ഇന്ന് പോകുന്നത് ഒരു സാധനം വാങ്ങിക്കാനാണ്. അതെൻ്റെ വീട്ടുകാർക്കൊന്നും അറിയില്ല കേട്ടോ. പെട്ടെന്നിട്ട പ്ലാനാണ് അല്ലേ. കുറച്ച് നാളായിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താ സംഭവം എന്നുള്ളതൊക്കെ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാം, കാണിച്ചു തരാം. പറ എന്തേലും പറ. ചെറിയ സർപ്രൈസ്, പക്ഷെ പറ്റിയില്ല. ആക്ച്വലി സഞ്ജുവേട്ടൻ എന്ത് സർപ്രൈസ് എനിക്ക് തരികയാണെങ്കിലും എനിക്ക് എന്നോട് പറയുന്ന എനിക്കൊരു സർപ്രൈസ് ഉണ്ട്. അപ്പൊ എനിക്ക് ശ്വാസം മുട്ടലാണ്. എനിക്കാണത് എന്നോട് സർപ്രൈസ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താണെന്ന് അപ്പം അറിയണത്. ഞാൻ ചോദിച്ച് സ്വൈരം കെടുത്തിട്ട് അത് ഞാൻ അറിഞ്ഞതാണ്. എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടി സഞ്ജുവേട്ടൻ നോക്കിയതാണ്. പക്ഷെങ്കിൽ അത് ചീറ്റി. അപ്പം എന്തായാലും എൻ്റെ വീട്ടുകാർക്ക് സർപ്രൈസ് കൊടുക്കാം, അപ്പോൾ സഞ്ജുവേട്ടൻ്റെ വീട്ടുകാർക്കും സർപ്രൈസ് കൊടുക്കാം. എന്താണെന്നുള്ളതൊക്കെ നിങ്ങളായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ നേരെ പോകുന്നത് നിലമ്പൂരിലേക്കാണ്. കാണിക്കാം. എന്താ നീ പറഞ്ഞതല്ല ഗൈസ്, എന്താന്നുള്ളത് നമുക്ക് എന്തായാലും പോയി നോക്കാം കേട്ടോ. ഇപ്പൊ സംഭവം എന്റെ പ്ലാനൊന്നും അല്ലാന്ന് തോന്നുന്നു. ഞാൻ വിചാരിച്ചതൊന്നും അല്ലാന്ന് തോന്നുന്നു. എനിക്ക് അറിയില്ല, ഞാൻ സഞ്ജുവേട്ടൻ തള്ളുകയാണോന്നും അറിയില്ല. പോയി നോക്കാം. എന്തായാലും ഞങ്ങൾ പോകാം. മഴ ഉണ്ടായിരുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചു പോകുമായിരുന്നു. കാരണം മഴ പെയ്താൽ ഭയങ്കര റിസ്ക്കാണ് കോട്ടൊക്കെ ഇട്ട് പോകാൻ വേണ്ടിയിട്ട്. പാലത്തിലൊക്കെ നല്ല കലക്ക വെള്ളമായിരുന്നു. മഴയൊക്കെ പെയ്തിട്ട് ഇപ്പോൾ നല്ല വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ, കുറഞ്ഞതാണ്. നമ്മളിപ്പോൾ സ്കൈ ഗോൾഡിലാണ് വന്നിട്ടുള്ളത്, നിലമ്പൂരുള്ള. അയ്യോ ഇത് പിടിച്ചേ. അപ്പോൾ നമ്മളിപ്പോൾ ചെന്നിട്ടുള്ളത് നിലമ്പൂരുള്ള സ്കൈ ഗോൾഡിലേക്കാണ്. ചെറിയൊരു ജ്വല്ലറി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറേ നാളായിട്ട് ഞാൻ കാത്തിരിക്കുന്ന ഒരു ഐറ്റമാണ്. എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിന് അതുപോലെ തന്നെ എൻ്റെ വീട്ടുകാർക്കൊക്കെ അറിയുന്നൊരു കാര്യമാണ് കേട്ടോ. എനിക്ക് ഈ ഒരു സാധനം ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത്. അപ്പോൾ എന്തായാലും സ്കൈ ഗോൾഡിൽ പോയിട്ടില്ല, ഒന്ന് ചെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അവിടുത്തെ കളക്ഷന് കാര്യങ്ങൾ എങ്ങനെയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ താഴത്തെ ഫ്ലോറിൽ തന്നെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അവരോട് ജസ്റ്റ് നോ സ്പിൻ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ ആഗ്രഹം റിങ്ങിൻ്റെ ഒരു നോ സ്പിന്നാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ മൂക്ക് കുത്തിയത് വരെ റിങ്ങിൻ്റെ ഒരു നോസ് പിൻ ഇടാൻ വേണ്ടിയിട്ടാണ്. ആദ്യം ഞാൻ വിചാരിച്ചത് നോർമൽ ഗോൾഡ് മാത്രമുള്ളത് എടുക്കുക എന്നുള്ളത്. പക്ഷെ അത് ഭയങ്കര വലുതാണ്, ഭയങ്കര കട്ടിയുണ്ട്. അവിടുത്തെ കല്ലൊക്കെ ഭയങ്കര വലിയ വലിയ കല്ലാണ്. അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞു ഡയമണ്ടിൻ്റെയിൽ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ നല്ല തിന്നായിട്ടുള്ളതുണ്ട് കേട്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഭംഗിയുള്ള നോസ് പിന്നാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഇങ്ങനത്തെ ഇത്രയും തിന്നായിട്ടുള്ള ഒരു വരയായിരുന്നു വേണ്ടത് സത്യം പറഞ്ഞാൽ. അവിടെ തിക്കായിട്ടുള്ളതും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഏത് ടൈപ്പ് വേണമെന്ന് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. തിക്കായിട്ടുള്ള റിങ് ഉണ്ട്, തിന്നായിട്ടുള്ളതുണ്ട്, ജെ ടൈപ്പ് ഒരെണ്ണമുണ്ട്. അപ്പം ഞാൻ ആദ്യം ഇതന്നെ സെലക്ട് ചെയ്ത് മാറ്റി വെച്ചു. പിന്നെ ജെ ടൈപ്പ് കണ്ടപ്പോൾ അത് എടുക്കണോ ഇതെടുക്കണോ എന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ട് വന്നു. എന്നാലും റിങ്ങിലേക്ക് തന്നെയായിരുന്നു എൻ്റെ ചായവ് കൂടുതലുണ്ടായിരുന്നത്. എങ്ങനെയുണ്ട് ജെ ടൈപ്പ് നോസ് പിൻ ഇട്ടാലെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ കുത്തിക്കയറ്റി നോക്കി. അതിൻ്റെ തണ്ടിന് അത്യാവശ്യം നല്ല കട്ടി ഉണ്ടായിരുന്നു കേട്ടോ. എത്ര കുത്തി കയറ്റിയിട്ട് എൻ്റെ മൂക്കിൽ കയറുന്നുണ്ടായിരുന്നില്ല. അവസാനം ചെറുതായിട്ട് ബ്ലഡൊക്കെ വന്നപ്പോൾ ഞാൻ പേടിച്ചു, എനിക്ക് വേണ്ടാന്ന് തന്നെ വെച്ചു. അപ്പോൾ ഇതാണ്ട് അവിടെ ഡയമണ്ടിൻ്റെ നോസ് പിന്നിൻ്റെ കുറച്ച് കളക്ഷൻസ് നല്ല ഭംഗിയുള്ളതുണ്ടായിരുന്നു. അപ്പം ഞാൻ സിംഗിൾ ഒരു ഇങ്ങനത്തെ ഒറ്റ കല്ലുള്ളതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ എനിക്ക് റിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ചത്ത് കിടക്കുമായിരുന്നെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ റിങ് തന്നെ എടുത്ത്. അപ്പോൾ സഞ്ജുവേട്ടന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ എനിക്ക് റിങ് ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് നാളെ പറഞ്ഞു. എനിക്ക് തോന്നുന്നു എൻ്റെ ഫേസിൻ്റെ ഇതേ ടോട്ടൽ ചെറിയൊരു വ്യത്യാസം വന്ന പോലെ തോന്നിയിട്ട്. ഒറ്റക്കല്ല് ഇടുമ്പോൾ നമ്മൾ റിങ് ഇടുമ്പോഴൊക്കെ ചെറിയ വ്യത്യാസം വരും.
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആരും എന്നെ തളർത്തരുത് കേട്ടോ. ഞാൻ അത്രയും ആഗ്രഹിച്ചെടുത്തിട്ടുള്ള സാധനമാണ്. അങ്ങനെ നോസ് പിന്നൊക്കെ എടുത്തിട്ട് പോകാൻ നിന്നപ്പോഴാണ് ആളിനോട് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഞാനൊരു റിങ്ങും കൂടി എടുത്തു തരാം എന്നുള്ളത്. അങ്ങനെ നമ്മൾ നേരെ മേലോട്ടാണ്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്കുള്ളതും വലിയവർക്കുള്ളതും ഭയങ്കര ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളുണ്ട് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഹെവി സാധനങ്ങളെക്കാളും ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ മാലകളും കമ്മൽ ഇങ്ങനത്തെ റിങ്ങുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നോക്കി അന്തമിട്ട് നടക്കുകയായിരുന്നു. എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഫുൾ ടൈം കണ്ണാടിൻ്റെ മുന്നിലായിരുന്നു കേട്ടോ. റിങ് ഇട്ടതിന് ശേഷം എങ്ങനെയുണ്ട് എൻ്റെ മുഖം ഭംഗി കൂടിയോ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരുപാട് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള റിങ്ങുകൾ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ളതുണ്ടോ, ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള മോഡൽസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ 1 ഗ്രാം മുതൽ ഇങ്ങനെ തുടങ്ങുന്ന റിങ്ങുകളായിരുന്നു കേട്ടോ. 1 ഗ്രാമിനുണ്ട്, 2 ഗ്രാമിൻ്റെ ഉണ്ട്, പിന്നെ 1.5 ഗ്രാമിൻ്റെ ഉണ്ട്. അങ്ങനത്തെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മോതിരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏത് റിങ് എടുക്കണം എന്നുള്ള ഡൗട്ടിലായിരുന്നു കേട്ടോ ഞാൻ. ഒരെണ്ണം ഇടുമ്പോൾ തോന്നും ഇത് മതിയെന്ന്, പിന്നെ വേറൊരെണ്ണം കാണുമ്പോൾ തോന്നും അല്ല ഇത് മതിയെന്ന്. അങ്ങനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അക്കർപ്പച്ച എന്ന് പറഞ്ഞാൽ ചാടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോന്ന് ഇട്ടിട്ട് ഞാൻ സഞ്ജുവിനെ കാണിച്ചു കൊടുക്കുകയാണ്. ഇതെങ്ങനെയുണ്ട്, കയ്യിൽ ഭംഗിയുണ്ടോ, അപ്പോൾ അടുത്തത് ഇട്ട് നോക്കിയിട്ട് ഇതെങ്ങനെയുണ്ട് ഭംഗിയുണ്ടോ എന്നൊക്കെ ഓരോന്നായിട്ട് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതിലൊരു മോതിരം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു ബട്ടർഫ്ലൈ ആയിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഒരു മോതിരമൊക്കെ സെലക്ട് ചെയ്ത് ഞാൻ ഇരിക്കുമ്പോഴാണ് അവിടെ പുതിയ കുറച്ച് കളക്ഷൻസ് വന്നിട്ടുണ്ട്, കാണിച്ചു തരാമെന്ന് പറഞ്ഞത്. ഇത് നല്ല അടിപൊളി സെറ്റാണ്. നമുക്ക് 5 ഗ്രാമിൽ തുടങ്ങുന്ന ഒരു സെറ്റാണ്. അതിൽ നമുക്കൊരു ഇയറിങ്സ് വരുന്നുണ്ട്, നെക്ക് പീസ് വരുന്നുണ്ട്, ഒരു ബ്രേസ്ലെറ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു റിങ് വരുന്നുണ്ട് കേട്ടോ. ഇത്ര ഐറ്റംസ് നമുക്ക് 5 ഗ്രാം മുതൽ അവിടെ സ്റ്റാർട്ട് ചെയ്യണം. അതും ഭയങ്കര ക്യൂട്ടായിട്ടുള്ള നമ്മൾ കുട്ടികൾക്ക് ഇപ്പോഴത്തെ കോളേജ് പിള്ളേർക്ക് അല്ലെങ്കിൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന പിള്ളേർക്കൊക്കെ പറ്റിയ മോഡൽസ് ആയിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ അതിൽ വീടൊന്ന് വേണമെങ്കിൽ പറയാം. ഒരു 6-7 ഗ്രാമിനൊക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയും ഉറപ്പുള്ള സെറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളുടെ ഇത് ബില്ലാക്കാൻ നിൽക്കുമ്പോഴാണ് ഞാൻ ഇവിടുത്തെ വെഡ്ഡിങ് സെറ്റിൻ്റെ ഒരു സെക്ഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര വെറൈറ്റി ആയിട്ട് കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നോക്കി കുറച്ച് നേരം ഞാൻ വീഡിയോ ഒക്കെ എടുത്തിരുന്നപ്പോഴാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു മെഗാ സെയിലിൻ്റെ ഓഫർ എന്തോ ഉണ്ടായിരുന്നു. അവിടെ ഒരു മെഗാ മേള നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ജസ്റ്റ് ഞാൻ എഴുതിയതിൻ്റെ പേര് ഇതൊക്കെ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് വിന്നറിന് നമ്മൾ ഡയമണ്ട് നെക്ലേസ്, അതുപോലെ തന്നെ TV അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കുറേ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും എഴുതിയിട്ട് നമുക്ക് ഭാഗ്യം കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ബില്ലൊക്കെ ചെയ്തിട്ട് നമ്മളെ സാധനമൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല സർവീസ് കാര്യങ്ങളൊക്കെയാണ്, നല്ല വെറൈറ്റി കളക്ഷൻസും ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ എന്തായാലും ഒന്ന് പോയി നോക്കൂടെ നിലമ്പൂരുള്ള സ്കൈ ഗോൾഡിലേക്ക്. അങ്ങനെ പച്ചത്തൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് യൂണിയൻ ഹോട്ടലിലേക്കാണ്. ഒടുക്കത്തെ വിശപ്പായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ രാവിലെ പോലെ ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല, മറന്നു പോയിട്ടുണ്ടായിരുന്നു. സഞ്ജുവേട്ടൻ വന്ന ആ ഒരു ബഹളത്തിൽ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ ഫ്രൈഡ് റൈസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സഞ്ജുവേട്ടന് ബിരിയാണിയാണ്, ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഫേസ് എങ്ങനെയുണ്ട്, ഭംഗിയുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഏത് റിങ്ങാന്നുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലേ. ഞാനത് ഇവിടെ ഹോട്ടലിൽ എത്തിയപ്പോഴാണ് ഓർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ക്യൂട്ടായിട്ടുള്ള റിങ്ങാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സഞ്ജുവേട്ടൻ്റെ കൈ കൊണ്ട് തന്നെ ഞാൻ ഇടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. 2 ഹേർട്ട് പോലെ ഇരിക്കുന്ന റിങ്ങാട്ടോ. ഒന്ന് വൈറ്റ് ഗോൾഡിലാണ് ഒരു ഹേർട്ട് വരുന്നത്. അപ്പോൾ അതിങ്ങനെ ഞാൻ ക്യാമറയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്ടോ. നിങ്ങൾക്കുണ്ട് ഇങ്ങനത്തെ പ്രാന്ത് എന്തെങ്കിലും പുതിയതൊക്കെ ഇട്ട് ഇങ്ങനെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക? എനിക്കുണ്ട് അങ്ങനത്തെ ഒരു അസുഖം. അങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മളുടെ ഫുഡ് എത്തിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് വന്ന ഫുഡ് എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ആവേശത്തിൽ ഞാൻ വേഗം ഫുഡ് കഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടുന്ന് നമ്മൾ വേഗം ഫുഡ് കഴിച്ചിട്ട് എൻ്റെ ഓഫീസിലെ ചേച്ചിയുടെ വീട്ടിലേക്കാണോ പോകുന്നത്. അപ്പോൾ രേഷ്മേച്ചിയുടെ വീട്ടിലേക്ക് കുഞ്ഞിനുള്ളതും രേഷ്മേച്ചിക്കുള്ള ബിരിയാണി ഒക്കെ വാങ്ങിയിട്ടാണ് പോകുന്നത്. ചേച്ചിനെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കല്ലേ നമ്മൾ വരുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ നമ്മൾ മോതിരവും എൻ്റെ നോസ് പിന്നൊക്കെ എടുത്ത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. എന്നിട്ട് വീട്ടുകാരെ റിയാക്ഷൻ വീഡിയോ ഞാൻ എന്തായാലും എടുക്കുന്നതാണ്ടോ. ആർക്കും അറിയില്ല, സർപ്രൈസ് ആയിരുന്നു. ആക്ച്വലി ഞാനും ഇത് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. നോസ് പിന്ന് മാത്രം വാങ്ങുന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. സഞ്ജുവേട്ടൻ അതായിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് നിമിഷമാണ് പിന്നെ റിങ്ങും കൂടെ എടുക്കാമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തത്. അവിടുന്ന് സഞ്ജുവേട്ടൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഗായ്സ് സത്യം പറഞ്ഞാൽ. എന്തായാലും വീട്ടിൽ പോയിട്ട് വീട്ടുകാരെ റിയാക്ഷൻ എടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ എവിടെയും കയറിയില്ല, ഒറ്റ പോക്കായിരുന്നു കേട്ടോ വീട്ടിലേക്ക്. ഞാനാണെങ്കിൽ വീഡിയോ എടുത്ത് ഇടയ്ക്കിടയ്ക്ക് എന്നെ മൂക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തന്നെ ഇപ്പം തോന്നുന്നു എനിക്ക് പ്രാന്തായോ എന്നുള്ളത്. അമ്മാമ്മച്ചേ ഒരു കാര്യം കാണിക്കാൻ, എന്റെ മൂക്കുത്തിയൊക്കെ ആ ഡയമണ്ട് മറ്റേത് ബാഗിലുണ്ട്. ഡയമണ്ടിന്റെ നോസ്പിൻ അത് ഞാനാക്കിയതൊന്നല്ല.
ഇതാ ഈ മോതിരം. അല്ല എനിക്കറിയാൻ വേണ്ട. എങ്ങനെയുണ്ട്, കൊള്ളാമോ? പറ, അഭിപ്രായം പറടാ. രസമില്ലേ? ഇതാണോ? ഇത് ആദ്യമായി തന്നത്. ഇത് ബർത്ത്ഡേ ഗിഫ്റ്റ്. മറ്റേ രസമില്ലേ? ഇതാ മൂക്കുത്തി. ഈ മൂക്കുത്തിയാ ഞാൻ പറഞ്ഞ നടന്ന മൂക്കുത്തി. ഞാൻ അമ്മേനോടൊക്കെ പറഞ്ഞില്ലേ? എനിക്ക് മറ്റേ ഈ ഇങ്ങനത്തെ മൂക്കുത്തി അതേ മൂക്ക കിടക്കുന്നൊരു. ഗൈസ്, നിങ്ങളിത് കേൾക്കും. വലിയ കാലത്ത് ഞാനൊരു മൂക്കുത്തി കാണിച്ചു കൊടുത്തത്. അഭിപ്രായം പറഞ്ഞതാ കണ്ട. രസമില്ലേ? നിങ്ങളുടെ ഇഷ്ടമല്ലേ? നിങ്ങളുടെ ഇഷ്ടമല്ലേ? മുത്തോള് പോയോ? മുത്തോള് അല്ല. ഞാനപ്പോ കുഞ്ഞാച്ചിക്ക് കാണിച്ചു കൊടുത്തിട്ടുള്ള റിയാക്ഷൻ എടുക്കാട്ടോ. അമ്മമ്മച്ചിന്റെ റിയാക്ഷനാണ് നിങ്ങളിപ്പോ കണ്ടത്. എന്റെ മൂക്കുത്തി നോക്ക്, എന്റെ മൂക്കുത്തി നോക്ക്. പണ്ടത്തെ എന്ത് മൂക്കുത്തി? അതല്ലേ ഉണ്ട്. ഇതിപ്പോ എങ്ങനെയുണ്ട്? ഡയമണ്ടിന്റെ ഒരു മൂക്കുത്തിയാ. കൊള്ളാവോ? ഇതാ മോതിരം. ഗൈസ്, ഞാൻ എന്റെ അമ്മേനെ വിളിക്കുകയാണ്. അമ്മേന്റെ അഭിപ്രായം നോക്കാം. അമ്മ, ഞാനൊരു റിയാക്ഷൻ വീഡിയോ എടുക്കാൻ വിളിക്കുകയാണേ. ഒരു കാര്യം കാണിച്ചു തരാം. യൂട്യൂബിൽ ഇടുക. സഞ്ജു ഏട്ടാ വന്നേ, വീഡിയോ എടുത്തോണ്ടാ. ഒരു കാര്യമുണ്ട് അമ്മ, ഒരു കാര്യമുണ്ട്. ഇതെങ്ങനെ ഇത് ഈ ഉടുപ്പ് എങ്ങനെയുണ്ട്? രസല്ലേ? ഇത് സഞ്ജുട്ടൊന്ന് വാങ്ങിച്ചു നടന്നതാ. ഇനി എന്റെ മൂക്കുത്തി നോക്ക്. ഡയമണ്ടിന്റെ നോസിന് കിട്ടി. സഞ്ജുട്ടൊന്ന് വാങ്ങിത്താന്ന് എനിക്ക്. സഞ്ജുട്ടൻ ഇനി ഇനി വേറൊരു സാധനം, മോതിരം. ഇതമ്മ ഞാൻ പറഞ്ഞു നടന്ന മൂക്കുത്തി, റിങ്ങിന്റെ ഡയമണ്ടിന്റെ മൂക്കുത്തി വേണം പറഞ്ഞത്. ഇന്ന് സഞ്ജയുടെ എന്നോട് പറഞ്ഞ എനിക്കൊരു സർപ്രൈസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനത് ചൊറിഞ്ഞ് കണ്ടുപിടിച്ചു എന്താന്ന്. അപ്പൊ എന്നോട് പറഞ്ഞത് മൂക്കുത്തി വാങ്ങിത്തരാന്നാ പറഞ്ഞേ. അവിടെ ചെന്നപ്പോ എന്നോട് പറഞ്ഞ എന്താ മോതിരം കൂടി വാങ്ങിത്തരാന്ന്. സഞ്ജേട്ട റിച്ച വാങ്ങിത്തരട്ടെ. സഞ്ജേട്ടൻ ആകെ ഒരു പെണ്ണുങ്ങളല്ലേ ഉള്ളൂ. ഇത് അടിപൊളിയായില്ലേ? രസല്ലേ? അത്രക്കൊന്നായി. അങ്ങനെ ഞങ്ങളെ കഥ ഏകദേശം പറഞ്ഞ് കുറച്ച് മണിക്കൂർ സംസാരത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ എടുക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ റിയാക്ഷൻസ്. എൻ്റെ ചേച്ചിയുടെ റിയാക്ഷൻ ഞാൻ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അവൾ കുറച്ച് കഴിഞ്ഞിട്ടാണ്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൾ വന്ന് നോക്കിയത് എൻ്റെ മൂക്ക് കണ്ടിട്ട് മൂക്കുത്തി മാറ്റിയോന്നാണ്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ റിയാക്ഷൻ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. ടാറ്റാ.